ദെൻ ഞാൻ പറഞ്ഞല്ലോ ഈ 76 പേജ് ഉള്ള ഒരു ഡോക്യുമെൻറ്റിൽ ഒരു ലെസൺ മാത്രമാണ് ഈ കർട്ടൈലിംഗ് ഡ്രോപ്പ് ഔട്ട്സ്. അപ്പോൾ അതിൽ എന്തെല്ലാം ഇനിഷ്യേറ്റീവ്സ്, മേജർ ഇനിഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ് ഫോർ കർട്ടൈലിംഗ് ദ ഡ്രോപ്പ് ഔട്ട്സ്, ദെൻ എക്സ്റ്റെൻഡഡ് റിസോഴ്സസ്. ഇനിയിപ്പോൾ ഇതൊരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലേക്കൊരു റോഡ് മാപ്പാണ് കാണുന്നത്. അപ്പോൾ റൈറ്റ് ഫ്രം 1968 ടു 2016 വരയ്ക്കുള്ളൊരു റോഡ് മാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. 68 എഡ്യൂക്കേഷൻ പോളിസി, 86 92 ദെൻ 2005 ദെൻ 2016 ഒരു ഡ്രാഫ്റ്റ് ഈ ഒരു എഡ്യൂക്കേഷൻ പോളിസി കൊത്താരി കമ്മീഷൻ കഴിഞ്ഞ് എഡ്യൂക്കേഷൻ പോളിസി വേണം എന്നുള്ളൊരു റിക്വസ്റ്റ് വന്നതും ഒരു ഡ്രാഫ്റ്റൊക്കെ തയ്യാറാക്കാൻ ഉള്ളൊരു സ്റ്റെപ്സ് എടുത്തത്. Then 2017 new education plan with major changes was adopted, was scheduled to be launched by Modi government. അതായത് ഒരു റോഡ് മാപ്പാണ് കാണുന്നത്. ഇനി അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു ഒബ്ജക്റ്റീവ്സിലെ ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ് മാത്രം നോക്കാം. ആ ടാഗ് ലൈൻ തന്നെ യൂണിവേഴ്സൽ ആക്സസ് എന്നുള്ളതിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നൊരു ഫീച്ചറാണ്. ഹോളിസ്റ്റിക് എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് NEP. We have got 5 words to stress: access, equity, quality, affordability and accountability. ഈ ഇതിനെ നമ്മൾ 5 pillars of education, 5 pillars of NEP എന്നാണ് പറയുന്നത്. അതിൽ മേജർ പ്രിൻസിപ്പിൾസ് ഞാൻ റൈറ്റ് സൈഡിൽ ബ്ലൂവിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീണ്ടും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് സ്ലൈഡ് വായിക്കുമ്പോൾ കൂടുതലായിട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ എന്താ സമ്മറിയും അനാലിസിസും, അതായത് വാട്ട് ഈസ് NEP ആൻഡ് ഹൗ ഇസ് NEP ബീങ് ഇംപ്ലിമെൻറ്റഡ്, അതിൻ്റെ രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് ആണ് അവിടെ കാണുന്നത്. ദെൻ വിഷൻ ഓഫ് NEP 2020. എഗെയിൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ലൈഡുകളാണ്. ഓരോ സ്ലൈഡുകളിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു റീവാമ്പിങ്, ഷിഫ്റ്റിംഗ് ഓഫ് എഡ്യൂക്കേഷൻ, ഷിഫ്റ്റിംഗ് ഓഫ് ഫ്രെയിം വർക്കാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ നമ്മളുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് നമുക്കൊരു 4 സ്റ്റേജ് ആയിട്ടുള്ള റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഒരു ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ ആൻഡ് സെക്കൻഡറി ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്നുണ്ട്. ദാറ്റ് മീൻസ് 5+3+3+4 നമുക്ക് ഒരു 10+2+3 സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് 5+3+3+4 സിസ്റ്റത്തിലേക്കുള്ള ഷിഫ്റ്റാണ് NEP സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേജ് ഇറ്റ് ഇസ് ഫൗണ്ടേഷണൽ സ്റ്റേജ്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളുടെ ഫൗണ്ടേഷൻസ്, ബേസിക് ലേണിംഗ്, എങ്ങനെ ലേണിംഗ് ക്യൂരിയസ് ആക്കാം, കുട്ടികളെ എങ്ങനെ ലേണിംഗ് ക്യൂരിയസ് ആക്കാം എന്നുള്ളത്. അതിനെ NEP ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്ലാറ്റ്ഫോമായിരുന്നു മാജിക് ബോക്സ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ജാദുയി കിട്ടാറാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ടായിരുന്നത്. മാജിക് ബോക്സ് ലേണിംഗ് വേർ ചിൽഡ്രൻ ഗെറ്റ് ക്യൂരിയസ് ആൻഡ് മോർ എൻഗേജ്ഡ് ഇൻ ലേണിംഗ്. ദെൻ പ്രിപ്പറേറ്ററി സ്റ്റേജിൽ കുട്ടികളെ കുറേ കൂടി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് NEP അഡ്വക്കേറ്റ് ചെയ്തു.